ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ സുനിൽ ജോർജ്. അദ്ദേഹം കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കിഡ്നി ഡിസീസിനെ കുറിച്ച് സംസാരിക്കാനോ ഒരു പ്രത്യേക തരത്തിലുള്ള കിഡ്നി ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാനോ അല്ല. കിഡ്നിക്ക് ആകമാനം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാവസ്ഥകൾ, കിഡ്നിയുടെ രോഗത്തിൽ സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള സിംറ്റംസ്, കിഡ്നിയുടെ ഡിസീസിന് അല്ലെങ്കിൽ വൃക്കരോഗങ്ങൾക്ക് സാധാരണ ഓപ്ഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് എന്തൊക്കെയാണുള്ളത്, അതുപോലെ കിഡ്നി ഡിസീസസിൻ്റെ അഡ്വാൻസ് സ്റ്റേജസിൽ ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കിഡ്നി ഡിസീസസിൻ്റെ ഓവർവ്യൂ ആണ്. അപ്പം കിഡ്നിയുടെ ഫങ്ഷൻസ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കിഡ്നീസ് എന്ന് പറഞ്ഞാൽ ബീൻ ഷേപ്ഡ് അല്ലെ പയർമണിയുടെ ആകൃതിയിലുള്ള രണ്ട് അവയവങ്ങളാണ്. നട്ടലിൻ്റെ പുറയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതിന് ശരാശരി ഒരു കിഡ്നിക്ക് 150 ഗ്രാം വെയിറ്റ് കാണും. 12 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കട്ടി. അതിൻ്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റിനാണ് നമ്മൾ നെഫ്രോൺസ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സ്, യൂറിയ, ക്രിയാറ്റിൻ, പിന്നെ ഉപ്പിൻ്റെ അംശം ക്രമീകരിക്കുക, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അംശം ക്രമീകരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കിഡ്നീസിൻ്റെ മെയിൻ ഡ്യൂട്ടി. എങ്കിലും അഡീഷണൽ ആയിട്ട് വരാവുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എർത്രോപോയിറ്റ് എന്നുള്ള ഹോർമോൺ ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കിഡ്നിയിലാണ്. പിന്നെയുള്ള വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ എല്ലുകൾക്ക് ബലം കൂട്ടുന്ന ഹോർമോൺ, അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നീസിലാണ്. അപ്പോൾ കിഡ്നിക്ക് പ്രധാനപ്പെട്ട പല ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യലാണ് അതിൻ്റെ ജോലി. അപ്പോൾ ഈ കിഡ്നി ഡിസീസസിൻ്റെ പൊതുവേ നെഫ്രോളജിസ്റ്റുമാരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കിഡ്നി ഡിസീസസ് പൊതുവേ അസുഖം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടായി അതൊരു 50% മേലെ കിഡ്നീസിന് ഡാമേജ് ഉണ്ടായതിന് ശേഷം അല്ലെങ്കിൽ വൃക്കകൾക്ക് ഒരു 50% കൂടുതൽ പരാജയം സംഭവിച്ചതിന് ശേഷം മാത്രമേ സിംറ്റംസ് ആയിട്ട് ആ പേഷ്യൻ്റ് കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് ശരിയാണോ? ഇതാണോ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ചലഞ്ച് തന്നെയല്ലേ അത്? ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി എന്ന് പറഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആയതുകൊണ്ടാണ്. അത് മറ്റേതൊരു ഓർഗനും ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാൽ നമുക്കത് പുറത്ത് വരും. ഉദാഹരണമായിട്ട് ഹാർട്ടാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഒക്കെ നമുക്കറിയാം നെഞ്ചുവേന അല്ലെങ്കിൽ തലവേനയൊക്കെ വരാം. കിഡ്നി എന്ന് പറയുന്നത് അത് 100%-ൽ 90% ഡാമേജ് വന്നതിലുള്ളൂ അതിൻ്റെ കുറച്ച് രോഗലക്ഷണങ്ങൾ അത് പുറത്തോട്ട് കാണിക്കാറുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ നമുക്ക് രോഗത്തിനൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം വെച്ചാൽ അതുകൊണ്ട് നമ്മൾ രോഗലക്ഷണങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് വളരെ ദൂഷ്യമാണ്. പക്ഷേ രോഗലക്ഷണങ്ങൾ ഉണ്ട്. രോഗലക്ഷണങ്ങൾ അത് ചിലപ്പോൾ നമ്മളത് നിസ്സാരമായിട്ട് കാണാം, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നോക്ടൂറിയ എന്ന് പറയും. രാത്രിയിൽ നമ്മൾ 3-4 പ്രാവശ്യം എണീറ്റിട്ട് യൂറിൻ പാസ് ചെയ്യുന്നു. അത് പലപ്പോഴും നല്ല ഹെൽത്തിനായിട്ട് തെറ്റിദ്ധരിക്കാം. അത് കാരണം നമ്മുടെ കിഡ്നി ഈ ഹൈപ്പർ ഫങ്ഷൻ ചെയ്യുകയാണ്. അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് യൂറിൻ കൂടുതൽ വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കിഡ്നിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസിന് വ്യത്യാസം വരുമ്പോൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സിംറ്റംസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന സിംറ്റംസ് ആയിരിക്കും. അതൊന്ന് പറഞ്ഞാലോ? നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ പറയാവുന്നത് ഈ അഴുക്കിൻ്റെ അളവ് കൂടുമ്പോൾ, യൂറിയ, ക്രിയാറ്റിൻ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നുള്ള, അല്ലെ രക്തക്കുറവ്, അല്ലെ എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പം അഴുക്കിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്കൊരു ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ഭക്ഷണത്തുള്ള താല്പര്യക്കുറവ്, പ്രത്യേകിച്ച് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാൻ പോകുമ്പോഴേക്കും വോമിറ്റിംഗ്, ഏർലി മോർണിംഗ് നോസിയ എന്ന് പറയും. അതൊക്കെ ഒരു രോഗലക്ഷണങ്ങളാണ്. പിന്നീട് വരാവുന്ന നീരിൻ്റെ ഇപ്പം ഫ്ലൂയിഡ്സ് റീറ്റെയിൻ ചെയ്യുന്നു, അല്ലെ സോൾട്ട് റീറ്റെയിൻ ചെയ്യുന്നു. അപ്പം നമുക്ക് കിതപ്പ് വരാം, ശ്വാസം മുട്ടൽ വരാം, പിന്നീട് നീര് വരാം, കാലിലും മുഖത്തൊക്കെ നീര് വരാം. പിന്നെ യൂറിനിൻ്റെ ഭാഗത്ത് വരുന്ന ചില വ്യത്യാസങ്ങൾ, യൂറിൻ്റെ നിറത്തിലും അളവിലും വരാവുന്ന വ്യത്യാസങ്ങൾ, പിന്നെ രക്തക്കുറവ്, അനീമിയ വരാം. അപ്പോൾ അതുകൊണ്ട് വരാവുന്ന ലക്ഷണങ്ങൾ വരാം. പിന്നെ ബോൺ പെയിൻസ്, ബോഡി ഏക്ക്, ഇതൊക്കെ തന്നെയുള്ളൂ രോഗലക്ഷണങ്ങൾ വരാനുള്ളത്. ഡോക്ടർ, ഈ കിഡ്നി അസുഖങ്ങൾ, ഇപ്പം നമുക്ക് കിഡ്നി അസുഖങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഈ കിഡ്നി അസുഖങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പരാധീനതയായിട്ട് ഡോക്ടർ പറഞ്ഞത് 80% കിഡ്നിക്ക് ഡാമേജ് വന്നതിന് ശേഷമേ രോഗലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു സ്ക്രീനിങ് പോലെ ഒരു പ്രിവെൻറ്റീവ് തലത്തിലൊരു സ്ക്രീനിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയമാക്കിയിട്ട് ഇവർക്ക് കിഡ്നി ഡിസീസ് വരാൻ സാധ്യതയുണ്ടോ എന്നറിയാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ എല്ലാവരും പറയുന്ന ഒരിതുണ്ട്. നമ്മളിപ്പം എല്ലാവരും പോയിട്ട് ഹാർട്ടിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ECG എടുക്കും, എക്കോകാർഡിയോഗ്രാം എടുക്കും, ട്രെഡ്മിൽ ടെസ്റ്റ് എടുക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ തലവേദന നമ്മൾ നേരിട്ട് പോയിട്ട് CT സ്കാനോ MRI എടുക്കും.
പക്ഷേ ഈ കിഡ്നി അസുഖത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. ഇപ്പം അതിനെക്കുറിച്ചൊരു ഭയം ഉണ്ടായിട്ട് പലരും പിന്നെയും വരാറുണ്ട്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, എത്ര നേരത്തെ അത്രയും നല്ലത്, എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. നമുക്ക് അൾട്രാസൗണ്ട് എടുക്കണം, ഈ പറയുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, യൂറിയ, ക്രിയാറ്റിൻ, ഹീമോഗ്ലോബിൻ, കാൽഷ്യം, ഫോസ്ഫറസ്, പിന്നെ അതുപോലെ യൂറിൻ്റെ ഒരു റുട്ടീൻ ടെസ്റ്റ്, അതിനകത്ത് ബ്ലഡിൻ്റെ അംശമുണ്ടോ, പ്രോട്ടീൻ അംശമുണ്ടോ, ഇങ്ങനെയൊക്കെ ചെറിയ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കിഡ്നീസ് ഓക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്ന ടെസ്റ്റ് ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ഉള്ളത്, ഏതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വർഷം തോറും അല്ല 2 വർഷം കൂടുമ്പം ഈ ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഡയബറ്റീസ് ഒരു 5 വർഷത്തിൻ്റെ മേലെ, ഡയബറ്റീസ് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകളെ ബാധിച്ചു കഴിഞ്ഞാൽ 99% അത് കിഡ്നീനെ ബാധിക്കുമെന്നാണ്. പലരും കണ്ണിൽ പോയി ലേസറൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്യാറില്ല. അതുപോലെ പ്രഷറിൻ്റെ അസുഖം ഇതുപോലെ ഒരു 4-5 വർഷമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെ വേറെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ചെറുപ്പക്കാർക്ക് വരുന്ന പ്രഷർ, നമുക്കിപ്പോൾ 50 വയസ്സിന് മേലെ വരുന്ന പ്രഷർ വരുന്നവർക്ക് ടെസ്റ്റ് ചെയ്യണതിൽ കൂടി, പക്ഷെ മിക്കവാറും കാരണങ്ങളൊന്നും കാണില്ല. 50 വയസ്സിന് താഴെ വരുന്ന പ്രഷറിന് മിക്കവാറും കിഡ്നി രോഗം അല്ല അതുപോലെ വല്ല രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് പ്രഷർ വന്നാൽ അതൊരു കിഡ്നി രോഗത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ കാണണം. പിന്നെ ചില ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നു, കുറേ ലോങ് ടേം ആയിട്ട് ചില മെഡിസിൻസ് എടുക്കുന്നു. എസ്പെഷ്യലി നമ്മൾ ഈ ലിത്യം പോലത്തെ മെഡിസിൻസ്, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സൊക്കെ, ഇപ്പം ഈ വാദത്തിൻ്റെ അസുഖം അല്ലെങ്കിൽ മറ്റേ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവരൊക്കെ ദേ ടേക്ക് ലോട്ട് ഓഫ് ഈ പറയുന്ന അനാൽജസിക്സ് ഒക്കെ എടുക്കാറുണ്ട്. നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ബ്രൂഫെൻ, വോറൻ എന്നൊക്കെ പോലെ, അങ്ങനെ കുറേ സ്ഥിരമായിട്ട് എടുക്കുന്നു. കിഡ്നിക്ക് ഡാമേജിങ് ആയിട്ടുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഗോൾഡ് സോൾസ് ഉണ്ട്, കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ മെഡിസിൻസ് കഴിക്കുന്നവരും പീരിയോഡിക്കായിട്ട് പോയിട്ട് ചെക്കപ്പ് ചെയ്യണം. ഈ മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, ഡയബറ്റിസ്, പ്രഷർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കിഡ്നി രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ. ഇവരൊക്കെ കഴിക്കുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ കഴിക്കുന്ന മരുന്ന്, പ്രഷർ കൺട്രോൾ ചെയ്യാൻ കഴിക്കുന്ന മരുന്ന്, ഇതൊക്കെ കിഡ്നിയെ ദോഷകരമായി ബാധിക്കും എന്നൊരു ശ്രുതിയുണ്ട്. പൊതുവെ എല്ലാവരുടെ ധാരണ അതാണ്. അത് ശരിയോ തെറ്റോ? അത് ശരിക്കും പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഷുഗറുള്ള ആള്, ഷുഗറും കൊണ്ടാണ് ഈ പറയുന്ന ഓരോ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതിപ്പോൾ കിഡ്നി ആയിക്കോട്ടെ, കണ്ണായിക്കോട്ടെ, ഞരമ്പായിക്കോട്ടെ, ഷുഗർ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അസുഖം കുറച്ച് കൂടുതലായിട്ടും കുറച്ച് വേഗം വരുന്നത്. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് പോയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറയുന്ന പല എൻഡ് ഓർഗൻ ഡാമേജസ് പറയും, അത് കിഡ്നി ആണെങ്കിലും മറ്റേത് അവയാണെങ്കിലും, അത് നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റും. പൂർണ്ണമായിട്ട് തടയാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും, പക്ഷേ കിഡ്നീനെ ബാധിച്ച് കഴിയുമ്പോൾ ചില മെഡിസിൻസ് ഉണ്ട്, പ്രമേഹത്തിൻ്റെ ആണെങ്കിലും പ്രഷറിൻ്റെ ആണെങ്കിലും. ഇപ്പം പ്രമേഹത്തിനാണ് നമ്മൾ മെറ്റ്ഫോർമിൻ, അല്ലെങ്കിൽ പ്രഷറിൻ്റെ അസുഖം നമ്മൾ കിഡ്നീനെ ബാധിക്കുകയോ, അല്ലെങ്കിൽ കിഡ്നി അസുഖം കൊണ്ട് പ്രഷർ വന്നാലും നമ്മൾ ACE ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞുള്ള ചില മെഡിസിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന വെച്ചാൽ അത് അതിൻ്റെ മരുന്നുകളുടെ ചില കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവോയ്ഡ്, അല്ലാണ്ട് അത് കിഡ്നീനെ ബാധിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല. അതുകൊണ്ട് പക്ഷേ ആൾക്കാർക്ക് ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് കിഡ്നി അസുഖമായിട്ട് ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് വരുമ്പോൾ ഞാൻ പറയാം, ഈ മരുന്ന് നമുക്കിനി കഴിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ എന്തായാലും ചിലപ്പോൾ അവർ തെറ്റിയായിരിക്കും, ഈ മരുന്നുകൊണ്ടാണോ ഈ അസുഖം വന്ന് തെറ്റിദ്ധാരണ വരാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ക്ലാരിഫൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പ്രമേഹം കൺട്രോൾ ചെയ്യുക, പ്രഷർ കൺട്രോൾ ചെയ്യുക, അതാണ് ബോട്ടം ലൈൻ. അതായത് മരുന്ന് കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ വേണ്ട. മരുന്നുകൾക്ക് വേറെ പല സൈഡ് എഫക്ട്സ് പല മരുന്നുകൾക്കും വരാം. ഇപ്പോൾ പ്രഷറിൻ്റെ ആണെങ്കിലും ഷുഗറിൻ്റെ ആണെങ്കിലും, ഇപ്പം ഷുഗറിൻ്റെ ചില ഗുളികളൊക്കെ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം, നീരുണ്ടാക്കാം. പ്രഷറിൻ്റെ ചില മരുന്നുകൾ നമുക്ക് നീരുണ്ടാക്കാം. പല പല കോംപ്ലിക്കേഷൻസ് മറ്റത് കാണാം, പക്ഷെ കിഡ്നിക്ക് ബാധിക്കില്ല. ഈ ചില ആൾക്കാർ പിന്നെ കിഡ്നിക്ക് ആരോഗ്യകരമായിക്കോട്ടെ, അല്ലെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യം ഒന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് വെള്ളം കുടിക്കുന്നവരുണ്ട്. രാവിലെ എഴുന്നേറ്റ് 2 ലിറ്റർ വെള്ളം അങ്ങനെ കുടിക്കുന്ന ശരിക്കും ഗുണമുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇപ്പോൾ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ആൾക്ക് കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടോ അല്ല കുറച്ച് കൂടുതൽ ഉപ്പ് കഴിച്ചുകൊണ്ടോ അല്ല അങ്ങനെ വരുന്നുണ്ട് കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ നമ്മൾ നോർമൽ ഹെൽത്തി ആൾക്കാരും കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കാൻ പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. ഉദാഹരണമായിട്ട് ഈ സ്റ്റോൺ ഡിസീസ് ഒക്കെ ഉള്ളവരുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ ഈ പറയുന്ന സ്റ്റോൺസ് ഒന്നും യൂറിനിൽ ക്രിസ്റ്റലൈസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവരോട് കുറച്ചുകൂടെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, കുറച്ച് കൂടുതൽ. അതോർത്ത് ലിറ്റർ കണക്കിന് കുടിക്കാനല്ല. ഇപ്പം നമ്മളൊക്കെ ഒരു ആവറേജ് എനിക്ക് തോന്നുന്നു ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുമെന്ന് വിചാരിച്ചോ. അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും കേട്ടോ. വേനൽക്കാലത്ത് കുറച്ച് കൂടുതൽ കുടിക്കണം, തണുപ്പ് കാലത്ത് നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെയും ആവറേജ് നമ്മൾ കുടിക്കും. അത് വേണം ഒരു ലിറ്ററും കൂടെ വേണേൽ കൂടുതൽ കുടിക്കാം ഇങ്ങനെയുള്ളവർക്ക്. അല്ലാണ്ട് 5 ലിറ്റർ വെള്ളമൊക്കെ ചിലരുണ്ട് രാവിലെ എണീച്ചിട്ട് ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കും. അപ്പം ഹെൽത്തിന് നല്ലതെന്നുള്ള ഒരു ധാരണയുണ്ട്. അത് ഒന്നുമില്ല, അതുകൊണ്ട് ദൂഷ്യമൊന്നുമില്ല. പക്ഷെ ഒത്തിരി വെള്ളം കുടിക്കുന്നത് ആർക്കും നല്ലതല്ല. അതുപോലെ പ്രത്യേകിച്ച് കിഡ്നി അസുഖം ഉള്ളവർക്ക് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം അവരുടെ ബോഡിക്കകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷനാണുള്ളത്. അവരുടെ നെഞ്ചിനകത്ത് നീര്,
അപ്പോൾ അവർക്ക് ശ്വാസം മുട്ടൽ വരും. അപ്പം അവർ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ചിലേക്ക് നീര് കയറിയിട്ട് ശ്വാസമുട്ടലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് വെള്ളം ദാഹിച്ച് നടക്കണമെന്ന് പറയല്ല, റെസ്ട്രിക്ട് ചെയ്യണം. എത്ര കുറവ് കുടിക്കുന്ന അത്രയും നല്ല. ഓക്കെ, ഡോക്ടർ, ഈ ക്രോണിക് കിഡ്നി ഡിസീസ് ആണല്ലോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കിഡ്നി രോഗം എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ലക്ഷണങ്ങൾ ക്രോണിക് ആയിട്ടേ വരുള്ളൂ. അക്യൂട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേഗം എല്ലാ രോഗലക്ഷണങ്ങൾ വരും. ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ലക്ഷണങ്ങൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ ഇല്ലാത്തതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷേ അസുഖം കൂടിയതിന് ശേഷം വരാവുന്ന ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നോക്ട്യൂറിയ, രാത്രിയിൽ യൂറിൻ പോകുന്നു, നമുക്ക് വിശപ്പില്ലായ്മ, പണ്ടൊക്കെ നമുക്ക് ഓരോ ഭക്ഷണം കാണുമ്പോൾ നമ്മൾ ചെന്ന് കഴിക്കുന്ന ആൾ അതിൻ്റെ മണം വരുമ്പോഴേ നമ്മൾ പിന്മാറുന്ന രീതിയിൽ വരും. പിന്നെ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ വൊമിറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് കിതപ്പ്, രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങൾ വരുന്നു, നമുക്ക് ശ്വാസം മുട്ടൽ വരുന്നു, പിന്നെ നമുക്കൊരു ഈ സെൻസ് ഓഫ് ആ ഒരു വെൽബീങ് നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് അത് കൂടി വരുന്നു. യൂറിയ ക്രിയേറ്റിനൊക്കെ വല്ലാണ്ട് കൂടി വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ വരാം, നമുക്ക് കിടക്കാൻ ബുദ്ധിമുട്ട് വരാം, നീര് വരാം, കാലിലും മുഖത്തൊക്കെ നീര് വരാം. പിന്നെ ഒരു പരിധിക്കപ്പുറത്ത് കൂടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ ബാധിക്കാൻ, നമ്മൾ ഡ്രൗസി ആകാം, നമുക്ക് അവസ്മാരം പോലെ വരാം, നമ്മൾ കോമയിലേക്ക് പോകാം. ഈ കിഡ്നി രോഗം, ഇപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഭയക്കുന്നത്. കിഡ്നി രോഗം വന്നാൽ അത് ചികിത്സ ഇല്ല, എൻ്റെ പണി തീർന്നു എന്ന് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ട്രീറ്റബിൾ ആണോ? അത് ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ ശരിക്കും മാറ്റണം. കാരണം വെച്ചാൽ ഈ ദിവസങ്ങൾ വരെ ഞാൻ കൺസൾട്ടേഷൻസ് ഒക്കെ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം ക്യാൻസർ രോഗം കൊണ്ട് ഇപ്പം വയറിനകത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് ചിലപ്പം കിഡ്നിക്ക് തടസ്സമൊക്കെ ഉണ്ടാക്കി പിന്നീട് കിഡ്നി ഫെയിലർ ഉണ്ടാക്കാം, അല്ലെ കീമോതെറാപ്പി ചെറിയ സൈഡ് എഫക്ട്സും കൊണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ കിഡ്നി അസുഖം വരും. അപ്പം പലപ്പോഴും കൺസൾട്ടേഷൻസ് ഞാൻ പോകാറുണ്ട്. ഈയിടെ ഞാനൊരു കൺസൾട്ടേഷനിൽ പോയപ്പം പേഷ്യൻ്റ് ഇങ്ങനെ കുറച്ച് സിക്കായിട്ട് കിടക്കുവാണ്. പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സും എല്ലാവർക്കും അറിയാം, പേഷ്യൻ്റെ അവസ്ഥ അറിയാം, പേഷ്യൻറ്റും അറിയാം. അപ്പം ഇങ്ങനെ കിഡ്നിക്ക് ഞാൻ പറഞ്ഞു ലേശം ഒരു ചെറിയ അസുഖം എന്ന് പറഞ്ഞപ്പോൾ ആ പേഷ്യൻ്റെ റിയാക്ഷൻ കാണണം, വളരെ നിരാശയായിപ്പോയി. അപ്പോൾ ഞാനവിടെ പറയും, കിഡ്നി അസുഖം എന്ന് പറഞ്ഞ ഉടനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ചെറിയ രീതിയിലുള്ള കിഡ്നി അസുഖം നമുക്ക് മരുന്നുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അഥവാ എന്തെങ്കിലും കാരണവശാൽ കൂടി ഒത്തിരി പോയാലും നമുക്ക് ചികിത്സയുണ്ട്, നമുക്ക് ഡയാലിസിസ് ചെയ്യാം. ഡയാലിസിസ് പഴയ പോലെ ഭയപ്പെടേണ്ട ഒരു വലിയ സംഭവമൊന്നുമല്ല. ഡയാലിസിസിൻ്റെ പഴയ ഭയം എന്ന് വെച്ചാൽ എൻ്റെ ചിലവായിരുന്നു. ഡയാലിസിസ് എന്ന് പറയുന്ന ചികിത്സേനെ എല്ലാവരും ഡയാലിസിസിൻ്റെ ചിലവ് ഓർത്തിട്ടാണ് പലർക്കും ഈ ഒരു ഇതിനോടൊരു ഭയം വന്നത്. പക്ഷെ ഇപ്പം നമുക്കറിയാം വളരെ റീസണബിൾ ആയിട്ടാണ്, വളരെ ലോ കോസ്റ്റ് രീതിയിൽ ചെയ്യാവുന്നൊരു ചികിത്സയാണ് ഡയാലിസിസ്. പിന്നെ ഉള്ളത് അവൈലബിലിറ്റി. ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്, ഇപ്പം കേരളത്തിൽ നിന്നൊക്കെ അസുഖങ്ങൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി തന്നെ അവർ മദ്രാസിലൊക്കെ പോയി താമസിച്ച് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രോണിക് കിഡ്നി ഡിസീസിന് ഒരു ലെവൽ കഴിഞ്ഞാലുള്ള 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റും, 2 അതും കൊണ്ട് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റുമാണ് നമ്മുടെ ഇപ്പോൾ പറയുന്ന ഓപ്ഷൻസ്. ഈ ഡയാലിസിസിനെ കുറിച്ച് ലളിതമായിട്ടൊന്ന് പറയാമോ? ഓക്കെ, ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൃക്കകളുടെ ജോലി താൽക്കാലികമായിട്ട് നമ്മൾ മെഷീനെ ഏൽപ്പിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് മനസ്സിലാണ്, ഇപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ബ്ലഡിനകത്തുള്ള മാലിന്യങ്ങൾ, യൂറിയ, ക്രിയാറ്റിൻ, ഫ്ലൂയിഡിൻ്റെ എക്സസ്, അതെല്ലാം നമ്മൾ മെഷീനിലിട്ടിട്ട് നമ്മൾ ഒന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് ചെയ്യുന്ന കർമ്മത്തിന് ഡയാലിസിസിൻ്റെ അർത്ഥം തന്നെ ടു പ്യൂരിഫൈ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അതിന് നമ്മളൊരു മെഷീനിലേക്ക് നമ്മൾ ഒരു ആക്സസ് ഉണ്ടാക്കണം. അത് ടെമ്പററി, പെർമനൻ്റ് ഒരു ആക്സസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മെഷീന് ഒരു 200 ml ബ്ലഡ് അങ്ങോട്ടേക്ക് പോകുന്നു, അത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ചു കയറ്റുന്നു. അതിനാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഡയാലിസിസ് ക്രോണിക് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ചില ആക്സസുകൾ ഉണ്ടാക്കും, ഫിസ്റ്റുല എന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. എൻ്റെ പേഷ്യൻസ് സാധാരണ ആഴ്ച 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി 4 മണിക്കൂർ സിറ്റിംഗ് വെച്ച് ഡയാലിസിസ് ചെയ്ത് പോകുന്നു. ചിലർക്കൊണ്ട് താൽക്കാലികമായിട്ട് ഡയാലിസിസാണ്, നമ്മൾ ടെമ്പററി ആയിട്ട് ഡയാലിസിസ് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഡയാലിസിസ് നമ്മൾ 2-3 മാസം ചെയ്തു, പേഷ്യൻസിൻ്റെ കിഡ്നി ഫങ്ഷൻസ് ശരിയായി വരുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി പേഷ്യൻ്റ്, അതർവൈസ് ഹെൽത്തി പേഷ്യൻ്റാണ്, നമ്മൾ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ കൊടുക്കുമ്പം ഏറ്റവും വലിയ പ്രോബ്ലം അവർക്ക് മാച്ചിങ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കിഡ്നി വേണം, റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി വേണം. അപ്പം നമ്മളിപ്പോൾ സാധാരണ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ബ്ലഡ് റിലേറ്റീവ്സ്, പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇപ്പോൾ ഗ്രാൻഡ് പേരൻസിനെ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഓപ്ഷനാണ് നമുക്ക് ഈ പറയുന്ന പോലെ കടാവർ ഓർഗൻസ് കിട്ടണം. ബ്രെയിൻ ഡെഡ് സംഭവിക്കുന്നവർ ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിഡ്നി മാത്രമല്ല ഹാർട്ട്, ലിവർ, പല ഓർഗൻസ് നമുക്ക് കിട്ടും. അപ്പം ഇനി ഈ പറയുന്ന നമുക്കറിയാം ഇന്നത്തെ പഴയ പോലെ ഇപ്പം എല്ലാവർക്കും ചെറിയ ഫാമിലിയാണ്. അപ്പം ഈ റിലേറ്റഡ് ആയിട്ടുള്ള പലപ്പോഴും ഗ്രൂപ്പിൻ്റെ മിസ്മാച്ചും കൊണ്ടൊക്കെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിഡ്നി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്കിനി ഭാവിയിലേക്ക് ആശ്രയിക്കാൻ പറ്റുന്നത്
ഈ പറയുന്ന കഡാവർ ട്രാൻസ്പ്ലാന്റിലേക്ക് നമുക്കിനി പറ്റുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ അത് വളരെയധികം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചകളും തന്നെ പല ഹോസ്പിറ്റലിൽ കഡാവർ ട്രാൻസ്പ്ലാന്റ് കിഡ്നിയുടെ മാത്രമല്ല ഹാർട്ടും ലിവറൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദ ഫ്യൂച്ചർ ലൈസ് ഇൻ കഡാവർ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവർക്ക് അതിന് ശേഷം ലൈഫ് ലോങ് മരുന്നുകൾ കഴിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് ശരിയാണോ? അത് നമ്മൾ ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം ഒരു ട്വിന്നിൻ്റെ ഓർഗൻ എടുത്ത് വെച്ചാലും നമ്മുടെ ബോഡിയെ സംബന്ധിച്ചുള്ള അതൊരു ഫോറിൻ ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ അതിനെ എപ്പോഴും നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ഇമ്യൂണോ സപ്രസീവ് മെഡിസിൻസ് നമുക്ക് കഴിച്ചേ പറ്റൂ. അപ്പോൾ അത് 3 തരത്തിലാണ് സാർ നമ്മൾ കൊടുക്കുന്നത്. 3 തരം സ്റ്റിറോയിഡ്സ്, പിന്നെ ടാക്രോലിമസ്, സൈക്ലോസ്പെറിൻ ആയിരുന്നു പണ്ട്, പിന്നെ സെൽസെപ്റ്റൽ ആസോറാൻ എന്നൊക്കെ പറഞ്ഞ് 3 തൂണുകളാണ് ഈ പറഞ്ഞ കിഡ്നീനെ നമുക്ക് പ്രിസർവ് ചെയ്യാനും നമുക്ക് ഈ നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ആൻറ്റിബോഡീസ് ഒക്കെ വന്ന് നമ്മുടെ കിഡ്നീനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മെഡിസിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു കുറച്ച് കൂടിയ ഡോസിൽ കൊടുക്കും. അത് കഴിഞ്ഞ് മെല്ലെ കുറച്ച് ഡോസ് കുറച്ചിട്ട് ഏറ്റവും സൈഡ് എഫക്റ്റ് കുറവ് അറ്റ് ദ സെയിം ടൈം നമുക്ക് റിജക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഡോസിലേക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം അത് ലൈഫ് ലോങ് എടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഇമ്യൂണോ സപ്രഷനും ക്രോണിക് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു സൈഡ് എഫക്ട്സ് വരാം. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ കോസ്റ്റാണ് പലർക്കും ഒരു പ്രോബ്ലം വരുന്നത്. ഞാൻ എപ്പോഴൊക്കെ ഇവിടെ നെഫ്രോളജിസ്റ്റ് വന്നിട്ടുണ്ടോ ഈ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡയാലിസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്ന ചോദ്യമാണിത്. അതായത് പലപ്പോഴും കാണുന്നത് ഈ കിഡ്നി ഡിസീസുള്ള ആൾക്കാരുടെ കിഡ്നി ഡിസീസിനെ ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോയി കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ഡയാലിസിസ് ചെയ്യാൻ തന്നെ ഒരുപാട് നാൾ മരുന്നിലൂടെ മാനേജ് ചെയ്യാൻ നോക്കിയിട്ട് പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ വേഴ്സാകുമ്പോൾ ഡയാലിസിസ് ചെയ്ത് കുറേ നാൾ അതുകൊണ്ട് നടന്നിട്ട് വളരെ വേഴ്സായതിനു ശേഷം ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. എന്തുകൊണ്ട് ഇത് ആദ്യമേ ഒരു ട്രാൻസ്പ്ലാന്റോ അല്ലെങ്കിൽ ഡയാലിസിസോ സ്റ്റാർട്ട് ചെയ്തുകൂടാ? വളരെ നല്ല ചോദ്യമാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളോടിപ്പം നാളെ എന്തെങ്കിലും ഒരു കാരണം ഒരു പനിക്കോ പോകുമെന്ന് ചോദിച്ചോ, ടെസ്റ്റ് ചെയ്ത് നോക്കും, പറയും അയ്യോ നിങ്ങളുടെ കിഡ്നിക്ക് കുറച്ച് അസുഖം ഉണ്ടല്ലോ, കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാം. അതല്ല രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ലക്ഷണമില്ലാത്ത ആൾക്ക് നിങ്ങളുടെ കിഡ്നിക്ക് അസുഖം ഉണ്ടെന്ന് പറയാൻ പാടാം. രണ്ടാമത് ഈ കിഡ്നി അസുഖം ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ മനസ്സിലാക്കണം. ഇതെല്ലാം നമുക്കധികം ടൈമും ഇല്ല. ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ തുടങ്ങണമെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. 2, ഈ പറയുന്ന ഡോക്ടർ ചോദിച്ചതെന്ന് വെച്ചാൽ പണ്ട് മുതലുള്ള കിഡ്നി അസുഖമുള്ളവരുണ്ട്. ഇപ്പം തുടക്കത്തിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് കിഡ്നിയുടെ അസുഖം ക്രിയാറ്റിൻ എന്നുള്ള അളവ് 2 വെച്ച് നമ്മൾ കാണുന്നു. 5-10 വർഷമായിട്ട് നമ്മൾ കാണുന്നു. പേഷ്യൻ്റ് മരുന്നുകളും കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പോലും പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യേണ്ട വരുമെന്ന് അവർക്ക് അറിയാമെങ്കിൽ പോലും അവർക്ക് ഡയാലിസിസ് അവർ പറയുന്നത് എനിക്ക് രോഗലക്ഷണം വന്നിട്ട് മതി. എനിക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും പേഷ്യൻസ് ഒരു മരണം ഒഴിവാക്കാൻ വേണ്ടി ഉള്ളൊരു ചികിത്സ പോലെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഡോക്ടർ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളിതെല്ലാം പ്രിയംറ്റീവായിട്ട് നേരത്തെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ അത് നമ്മൾ ഡോക്ടർ എങ്ങനെ പേഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, പേഷ്യൻ്റ് എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു, അതുപോലെ ഇരിക്കും. പക്ഷെ അതോർത്ത് ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഒത്തിരി നേരത്തെ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ക്രിയാറ്റിന് ഇപ്പം അതിനൊക്കെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അല്ലാണ്ട് എൻ്റെ ഇഷ്ടം പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ക്രിയാറ്റിൻ്റെ അളവ് 9-10 ഒക്കെ മേലെയാണ്, യൂറിയയുടെ അളവ് 200 മേലെയാണ്. നമുക്ക് പേഷ്യനോട് പറഞ്ഞു ഇനിയിപ്പോൾ പേഷ്യൻ്റ് ഒരു കുഴപ്പമില്ല, ഇതുപോലെ നടന്നു വരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നോക്കി ഇങ്ങനെ അസുഖം ഉള്ളിലുണ്ട്, അത് എപ്പം വേണമെങ്കിലും അത് കുറച്ച് പുറത്തേക്ക് കൂടി വരാം. അപ്പം അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളെപ്പോഴും നമ്മൾ ചികിത്സ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് പേഷ്യനോട് പറയാം. പക്ഷെ പലരും പറയുന്നത് ഡോക്ടറെ നമുക്ക് ആവശ്യമാകുമ്പോൾ തുടങ്ങാം, അല്ല എനിക്ക് കുറച്ചുകൂടെ അസുഖം വരുമ്പോൾ തുടങ്ങാം. ഡയാലിസിസ് തുടങ്ങിയ പാടെ നമുക്ക് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കുറച്ചുകൂടെ പേഷ്യൻസ് നേരത്തെ സമ്മതിക്കും. കാരണം ചില ഡയാലിസിസിൽ നിന്നുള്ള അത് ഒഴിവാക്കാൻ വേണ്ടി ട്രാൻസ്പ്ലാന്റിന് കുറച്ചുകൂടെ നമുക്ക് നേരത്തെ ചെയ്യാൻ എല്ലാവരും. പക്ഷേ ഒരു ചെറിയ കിഡ്നി അസുഖമുള്ള ആൾ ഏതായാലും നമുക്ക് ഡയാലിസിസ് ചെയ്യണമല്ലോ, ഏതായാലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ അതൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഡോക്ടർ സുനിൽ ജോർജ്, അദ്ദേഹം കാലിക്കറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. അദ്ദേഹം ഇവിടെ കിഡ്നി ഡിസീസസിനെ കുറിച്ചും കിഡ്നി ഡിസീസസിൻ്റെ സാധാരണ ഉണ്ടാകുന്ന സിംറ്റംസിനെ കുറിച്ചും വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന കിഡ്നി ഡിസീസസ് ഏതൊക്കെയാണെന്നും കിഡ്നി ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നും അത് വിശദമായിട്ട് പറയുകയുണ്ടായി, ലളിതമായിട്ട് പറയുകയുണ്ടായി.
അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അവസാനം പറഞ്ഞ് നിർത്തിയെടുത്ത് എനിക്ക് തോന്നുന്നു ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നാളത്തെ ഒരു ചികിത്സാ സമ്പ്രദായമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗൻ ഡൊണേഷൻ, എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലൊക്കെ അതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം തന്നെയുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇതുവരെ ആയിട്ടില്ല, ആയി വരുന്നു. അതുകൊണ്ട് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം, അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstalk@kairatv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.